തീരമോ തരംഗമോ രാജസാഗരമോ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് ഫ്രണ്ട്സ് എല്ലാം കൂടി ഒരുമിച്ച് കൂടിയായിരുന്നു കേട്ടോ. നമുക്ക് എംപ്ലോയ്മെൻറ്റ് പേര് രജിസ്റ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം ഓൺലൈൻ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി സ്ഥലത്ത് പോയി. അതിനുശേഷം വേറൊരു സ്ഥലത്ത് ഒറിജിനലായിട്ട് അപ്പോൾ അവൾ അവിടെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തോ സംഭവം കിട്ടിയപ്പോൾ അവിടുന്ന്. അപ്പോൾ ഞങ്ങൾ സ്വന്തം കളിയായിരുന്നു. ഞങ്ങൾ സ്കൂളിൽ തൊട്ട് കളിയായിരുന്നു, പഴയ സ്കൂളിൽ തൊട്ട് കളിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ എപ്പോഴും ഇവിടെയായിരുന്നു. അപ്പം നമ്മൾ ഓൺലൈൻ രജിസ്റ്റർ വന്നപ്പോൾ ഉള്ളതാണ് കാണുന്നത്. അപ്പോൾ ആ കടലാണെങ്കിൽ വെറൈറ്റി ആയിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ അവളോട് വീടെടുത്തിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഫസീഹ വേറെ പുതിയ പേന എടുത്ത് പരീക്ഷിക്കുന്നു. അങ്ങനെ നമ്മൾ ഓൺലൈൻ രജിസ്റ്റർ ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബസ് എന്ന് പറയുന്നത് 10:20. അപ്പോൾ നമ്മൾ 10 മണിയായപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ബസ് കയറാൻ വേണ്ടി നമ്മുടെ സ്റ്റോപ്പ് ഉണ്ട്, അങ്ങോട്ട് പോയി നിൽക്കുകയാണ്. ഫസീഹയുടെ ഫോൺ അത് എൻ്റെ ഫോണിൽ വന്നിട്ടില്ല. ഇത് ആറ് ഫോണാ ഡേസി? ഇത് ആറ് ഫോണാ? ഇതാണ് വ്ളോഗർ ഫസീഹ കെ എ. എല്ലാവരും ഫസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഈ വ്ളോഗിൽ എനിക്ക് ചിരിക്കാനുള്ള ഒരുപാട് എലിമെൻറ്റ് ഉണ്ടായിരിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ വ്ളോഗ് നിങ്ങൾ ഫുള്ളായിട്ട് മിസ് ചെയ്യാണ്ട് കാണാൻ കഴിച്ചാൽ അടിപൊളിയാണ്. ഐഷ നമ്മളെക്കുറിച്ച് എന്ത് 2 വാക്ക് പറ. സത്യം വ്ളോഗ് എടുത്തുകൊണ്ടിരിക്കുന്ന വ്ളോഗർ ഫസീഹ. ഓളാർ വെരി വെരി നമ്മുടെ ഫാൻസാണ്. അടിപൊളി ഫുൾ നമ്മുടെ ഫാൻസാണ്. നമ്മൾ അടിപാട് ഇറങ്ങി എല്ലാവരും അപ്പോൾ ആ ടൈമിൽ നമുക്ക് പരിചയക്കാരുണ്ട്. ആ ഇക്കാണ് ഞങ്ങളുടെ 10th ടൂറ് ബസ് ഓടിച്ചിരിക്കുകയാണ്. അപ്പം നമുക്ക് നല്ല വൈബുള്ള കായാണ്. എവിടെ എംപ്ലോയ്മെന്റ് രജിസ്റ്റർ ഞാൻ പോകട്ടോ. നിങ്ങളൊക്കെ എന്തിനാ? ഞാൻ എംപ്ലോയ്മെന്റ് രജിസ്റ്റർ ചുമ്മാ രസം ഇരുന്നോട്ടെ. എല്ലാവരും പോകണ്ടല്ലോ. ഞാൻ നമുക്ക് ഷേക്ക് കൊടുക്കാൻ എന്താ അഭിപ്രായം? നല്ല ഈ സ്ഥലത്ത് ഞങ്ങളെ ഗ്യാങ്ങിലെ പിഷ്ടി ഓഫ് ദ ഇയർ കോസ്റ്റ്യൂം പിന്നെ നമ്മൾ കുറേ നേരം വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നു കേട്ടോ. ഈ വർത്താനം പറഞ്ഞ് മൊത്തം കാണിച്ച് നിങ്ങൾക്ക് വെറുപ്പിക്കലായി പോകും. അതുകൊണ്ട് മൊത്തം കാണിക്കാത്ത കേട്ടോ. ഭയങ്കര ചിരിയും കളിക്കായിരുന്നു അവിടെ നിന്ന്. എല്ലാവരും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കായിരുന്നു കേട്ടോ. വഴിയിൽ കാണുന്ന ആണുങ്ങളെ കുറിച്ച് പറയുന്ന 2 ഫ്രണ്ട്സ്. എടി നമ്മളെ ബസ് ഇപ്പടി കണ്ടപ്പോ മൂത്താപ്പാനെ കണ്ടപ്പോ ഷോളൊക്കെ എടുത്തിട്ട്. അപ്പൊ പിന്നെന്താ ഗൈസ് 10:20 ബസ് വന്നു. അപ്പൊ നമ്മൾ ബസ്സിൽ കയറിയിട്ട് എംപ്ലോയ്മെന്റ് രജിസ്റ്റർ വേണ്ടി പോവാണ്. അപ്പം നമ്മളിവിടെ എത്തി. നമുക്ക് ഏകദേശം ഒരു 20 മിനിറ്റ് ട്രാവൽ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇതിൻ്റെ സെക്കൻഡ് ഫ്ലോറിലാണ് നമ്മുടെ വരുന്ന സംഭവം വരുന്നത്. അപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഞാൻ പറഞ്ഞില്ലേ നമുക്ക് സംഭവം സെക്കൻഡ് ഫ്ലോറിലാണ്. അപ്പോൾ അവിടെ ലിഫ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാനും ഫസീഹയും ലിഫ്റ്റിൽ കയറാൻ വെച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഞങ്ങളുടെ കൂടെ ആരും കയറില്ല. അപ്പോൾ ഞങ്ങൾക്കാണെങ്കിൽ ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ അറിയാൻ പാടില്ല. ഞങ്ങൾ ലിഫ്റ്റിലായിരിക്കും ഇറങ്ങുന്നത്. ഞങ്ങൾ ഉറപ്പിച്ചു.
പിന്നെ കഴിച്ച് നമ്മൾ എടുത്തിയപ്പോഴാണെങ്കിൽ എൻ്റെ അമ്മ ഒന്നായി തിരക്കിട്ടു. പക്ഷെ നമ്മുടെ കാര്യങ്ങൾ പെട്ടെന്ന് കഴിഞ്ഞു കേട്ടോ. നമ്മൾ ഓൺലൈൻ രജിസ്റ്റർ ചെയ്തിട്ട് വന്നതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ കഴിഞ്ഞു. അവിടെ കൊടുക്കണത് വീട്ടിലെ ശരിയല്ലേ? അവിടെ കൊടുത്തിട്ട് കാണിച്ചിട്ട് ഇവിടെ കൊടുക്കണം. ഇവിടെ കാണിച്ചോ? അവിടെ കൊടുക്കുക, അവിടെ കണ്ണു കൊടുക്കും, അവിടെ കാണിച്ചിട്ട് കൊടുക്കണ്ടേന്ന് പറഞ്ഞു. ഇത് കൊടുത്താ ഇത് അവിടെ പറ്റിയത് അപ്പോൾ പറഞ്ഞത് എന്നോട് ആ ബുക്കിൻ്റെ അടുക്കൽ വയ്ക്കാനത്. ഇപ്പോൾ വിളിക്കും വിളിക്കും. ഇല്ല കാണിക്കണ്ട എവിടെയും ഞാൻ കാണിച്ചില്ല ആരെയും. ഇല്ല ഇല്ല കാണിച്ചില്ല. അപ്പോൾ ഗൈസ് ഞങ്ങൾ 5 പേരിൽ 3 പേരുടെ സംഭവം ശരിയായി കഴിഞ്ഞു. പക്ഷേ 2 പേരുടെ ആയിട്ടില്ല. അപ്പോൾ ഒരാൾ അവിടെ നിൽക്കുകയാണ്, ഒരാൾ ഇവിടെ നിൽക്കുകയാണ്. 2 പേര് വേറെ വേറെ ആൾക്കാരത്തെ കൊടുത്തു. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഇങ്ങനെ ഡിലേ ആയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ അവിടുത്തെ ഒരു ഇങ്ങനെ മുളയിൽ വരച്ച പടം കണ്ടു. അത് ക്യൂട്ട്, നല്ല ആർട്ടിസ്റ്റിക്സ് ആയിട്ടുണ്ട്. അവൾക്ക് നല്ല മടുത്തുണ്ട്, നല്ല ദേഷ്യമുണ്ട് അവൾക്ക്. അവൾ കുറേ ആൾക്കാരുടെ അടുത്ത് പോയിട്ടും അവളുടെ ഒന്നും ആയിട്ടില്ല. അങ്ങനെ അവളുടെ ഓൾമോസ്റ്റ് ഇങ്ങനെ ശരിയായിട്ട് അവളിങ്ങനെ നടക്കായിരുന്നു കേട്ടോ. ഓൾമോസ്റ്റ് അവളുടെ ശരിയായി. പിന്നെ ദിവസം സെക്കൻഡ് ഫ്ലോറിൽ നോക്കുമ്പോൾ നല്ല വ്യൂ ഉണ്ടായിരുന്നു, നല്ല മഴ ഉണ്ടായിരുന്നു. മഴ കൊണ്ട് നമ്മൾ അവിടെ തന്നെ നിന്ന്, വേറെ കൊണ്ടും പോയില്ല. പക്ഷേ ഇങ്ങനത്തെ ക്രോക്സ് ആണ് ചെടി. അതെ 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 ഞാൻ ക്രോക്സ് കണ്ടോ? ഇത് ലെജൻഡിൻ്റെ ക്രോക്സ്, കണ്ണാപ്പിയുടെ ക്രോക്സ്. അങ്ങനെ കേസ് ഞങ്ങളുടെ എല്ലാവരുടെയും ഓൾമോസ്റ്റ് കഴിഞ്ഞു. അപ്പോൾ ഞങ്ങളിങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് ഇതായി നല്ല വ്യൂ, നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവളാണെങ്കിൽ എല്ലാവരെയും സ്നാപ്പ് ഇങ്ങനെ അയച്ച് വിറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറേ നേരം ഞാനും അവളും അവിടെ നിന്ന് വീഡിയോ എടുത്തുകൊണ്ടിരുന്നു കേട്ടോ. കുറേ നേരം അവിടെ നിൽക്കുമായിരുന്നു, നല്ല രസമായിരുന്നു. അങ്ങനെ മഴ നമ്മൾ അവിടെ നിന്ന് പോയിട്ടൊന്നുമില്ല കേട്ടോ. സെക്കൻഡ് ഫ്ലോറിൽ നമ്മുടെ കഴിഞ്ഞെങ്കിൽ നമ്മളവിടെ നിൽക്കണം മഴ മാറാൻ വേണ്ടി. ബ്രേക്കപ്പ് ആയ ദേഷ്യത്തിലും സങ്കടത്തിലും വിരഹത്തിലും നടക്കുകയാണ്. പിന്നെ പക്ഷെ അങ്ങനെ നടക്കണത്. അങ്ങനെ എന്താ ഇവരും വന്നിട്ട് ഇവരുടെയും കഴിഞ്ഞു. അപ്പോഴാണ് നമ്മൾ ഭയങ്കര വൈബായിട്ട് വന്നത്. നമ്മൾ അവിടെ നിന്നിട്ട് കുറേ റീൽസും ഫോട്ടോസൊക്കെ എടുത്തിട്ടോ. അപ്പം നമ്മുടെ ഇൻസ്റ്റഗ്രാമായിട്ട് നമ്മുടെ 5 പേരുടെയും കൂടെ ഗ്യാങ് ഉണ്ടല്ലോ, ആ ഗ്യാങ്ങിൻ്റെ ഒരു ഐഡി ഉണ്ട്, XOFAF എന്ന പേര്. അപ്പോൾ ആ ഐഡിയുടെ മറ്റേ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ പോയി ഫോളോ ചെയ്യുക ഗൈസ്. ഇത് നമ്മൾ സ്ലോ മോഷൻ ഇടാൻ വേണ്ടിയിട്ട് എടുത്ത വീഡിയോ ആണ് കേട്ടോ. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവളാണ് കേട്ടോ വ്ളോഗ് എടുക്കാൻ വേണ്ടി ഫോണിൻ്റെ വാങ്ങിച്ചത്. അങ്ങനെ അവൾ വ്ളോഗ് എടുത്തു. ഇവളുടെ ബാക്കിൽ നിൽക്കുന്ന അവൾ ഞങ്ങളുടെ ഗ്യാങ് അല്ല, പക്ഷേ ഞങ്ങളുടെ ഫ്രണ്ടാണ്, സ്കൂളിൽ പഠിച്ചതാണ് ഒരുമിച്ച്. അങ്ങനെ ഞങ്ങൾ ഈ ഫസിയാടെ ഫോൺ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കട്ടോ. അവൾ അത് ആരടി നോക്കുമ്പോൾ അവളിങ്ങനെ ഫ്രണ്ടാണ്, കസിനാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിങ്ങനെ പോവുകയാണ്. നല്ല മഴയാണ് കേട്ടോ ഗൈസ്, നല്ല വൈബായിരുന്നു മഴയത്ത് അങ്ങനെ അവിടെ നിൽക്കാൻ. ഞങ്ങൾ കുറേ ഇങ്ങനെ ഓരോ ഗോസിപ്പൊക്കെ പറഞ്ഞ് നിൽക്കായിരുന്നു. കുറേ പിക്സ് എടുത്തു കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ അവിടെ നിന്ന് റീൽ എടുത്താണ്. ഈ റീൽ എന്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ഐഡിയ പോയി കഴിഞ്ഞാൽ മനസ്സിലാവും കേട്ടോ. പുതിയൊരു ട്രെൻഡിങ് സംഭവമാണിത്. ഇവിടുത്തെ ചേച്ചി ഒന്ന് ചോദിച്ചു ഞങ്ങൾ എന്താ പോവാത്തേന്ന്. നമുക്ക് ജസ്റ്റിസ് വേണം, ജസ്റ്റിസ് ഫോർ എനിക്ക് ഇനി പോകാൻ കിട്ടൂല. കൊറേ കലയുണ്ട് കണ്ടോ? സ്നാപ്പ് കണ്ട ഓസിന് കിട്ടിയ അത് തന്നെ, അതാണ് വാസ്ത. ഇതെല്ലാം എന്താ നടക്കുന്ന അറിയാതെ ഇവിടെ മിഴിച്ചു നിൽക്കുന്ന ഐഷ റജുമോൻ. ഇതാണ് ഞങ്ങളുടെ ഫസിഹാക്കെ. സെക്കൻഡ് സ്റ്റാർട്ട് കുത്തി കാണിച്ചു തരാം. മുന്തിരിയിലയും പൂന്തോട്ടം, ഈന്തപ്പനയുടെ പൂന്തോട്ടം. ഞങ്ങൾ റീൽസ് തച്ചിലിരുന്ന് കണ്ടല്ല. ഇതിനകത്ത് കിട്ടിയില്ലേ? എന്റെ അതാടി എന്റെയാ. പാട്ടറിയില്ലാത്ത ഞാൻ.
ചിരിയോ ചെമ്പകപ്പൂവിതളല്ല കാണാനിവളോ രണ്ടുപേർ റീലെടുക്കുന്നു. ഇനി ഇന്നത്തെ സ്റ്റോറി ഇതായിരിക്കും. അടുത്ത പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷേക്ക് കുടിക്കാൻ പോവുകയാണ് ഗൈസ്. ഞങ്ങളുടെ വീട് ഭയങ്കര ഫ്രീഡാ, അഴിച്ചുവിട്ടേക്കോ ഞങ്ങളെ. പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്നിട്ടാണെങ്കിൽ ഉണ്ടല്ലോ ഈ സംഭവം ഇല്ലേ സ്ലോ മോഷനായിട്ട് ഇങ്ങനെ ഇടാൻ വേണ്ടിയിട്ട് എടുത്താണ് കേട്ടോ. അങ്ങനെ അത് ഞങ്ങൾക്ക് അങ്ങനെ റീൽ എടുക്കുമ്പോൾ സംസാരിക്കാനൊന്നും വന്നില്ല. അങ്ങനെ ഞങ്ങൾ ഉണ്ടാക്കി ഓരോന്നൊക്കെ എന്തൊക്കെയോ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഞങ്ങളുടെ ഈ ഫ്രണ്ട് കോംബോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണേ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നാലും ഞങ്ങൾക്ക് ഇനിയും വീഡിയോ ഇടാനുള്ള ഒരു ഇതുണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് മാർക്കല്ലേ അത് അടിച്ചിട്ട് കയറാൻ പറ്റുള്ളൂ അല്ലേ? ഒരുമിച്ച് പോവാ. ഇടി പേടിക്കണ്ട, എനിക്കറിയാം. താഴെ ഇറങ്ങിയിട്ട് നമ്പർ അടിച്ചാൽ മതിയിടി. നിന്ന് പോയ എനിക്കറിയാം. ട്രെയിനിൽ കയറാൻ പോലെ നമ്മളെ ലിഫ്റ്റിൽ കയറാൻ പോവാണ്. പേടിയുണ്ട്. ഇവിടെ നിന്നാ തുറക്കണല്ലോ. നെക്ക് പിടിച്ച് ആ നെക്ക് എടി നെക്ക് തന്നെ നെക്കിന് താഴോട്ട് എവിടെ നിൽക്കണ്ടേ? മഴ പെയ്യുവാണ് ഗൈസ്. ഞങ്ങൾ ലിഫ്റ്റ് കയറി എൻ്റെ കളർ വീഡിയോ ഉണ്ട്. മഴ പെയ്യുകയാണ് ഗൈസ്, മഴ പെയ്യുകയാണ്. നീ അത് എടുക്കിയതോ വീഡിയോ നമ്മുടെ? ഏതാ നിങ്ങളുടെ ഫോട്ടോ? ഞാൻ അയച്ചായിരുന്നു ഫോട്ടോ. വലിയ ഫോട്ടോയാ നിന്റെ ഫസ്റ്റ് കിട്ടി. എന്റെ പോസ്റ്റ് തന്നെ നിനക്ക് ഇല്ല. അത് വലിയ ഫോട്ടോയാ. മഴ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, നമുക്ക് പോവാം. വാ എല്ലാരും വാ. ഓക്കെ എല്ലാരും പോവാണ്. ചെറിയൊരു മഴ പെയ്യുന്നുണ്ട്. നമ്മൾ ഇപ്പൊ നല്ല മഴയാണ്, പക്ഷെ വെയിൽ കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ അങ്ങനെ ഫൈനലിൽ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നടന്ന് നമ്മൾ ഷേക്ക് കുടിക്കാൻ വേണ്ടി പോവാണ് ഗൈസ്. ഇതിന്റെ ഷോർട്സിന് ഇട്ട് കേട്ടോ. ഏത് പാട്ട് വേണോ? നീ ഏതെങ്കിലും പാട്. എനിക്കറിയുന്ന പാട്. ചുമ്മാ പാടിക്കാം. പാടിക്കാതേലും. എനിക്ക് അങ്ങനെ പാട്ടൊന്നും അറിയില്ല. എന്നാലും ഒറ്റ പാട്ടറിയില്ല. കണ്ടു രാവിലെ അറിയാം. ആ പാട്.
തിരകളും അതിശയ പലവിധമല്ലേ പലതായി കണ്ട കിനാവുകൾ പതിയേണ്ടല്ലേ അസിഹ വേറെ സ്കൂളിലാണ്, ഞാനും എൻ്റെ അഫ്നിതായും ഒരു സ്കൂളിലാണ്. അതെ ഗൈസ്, ഞങ്ങൾ മർബേസിൽ സ്കൂളിലാണ് പഠിക്കുന്നത്. എല്ലാവരും പറഞ്ഞു ഞങ്ങൾ ഫസിഹാനെ തേച്ചൊട്ടിച്ചു എന്ന്. അങ്ങനെ നമ്മൾ കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടി കോമഡിയൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾക്ക് ഒരുപാട് വർത്താനം പറയണ്ടായിരുന്നു. 48 മണിക്കൂർ ഞങ്ങൾ ഒരുമിച്ച് 48 മണിക്കൂർ ഞങ്ങൾ അടയ്ക്കാതെ സംസാരിച്ചോണ്ടിരിക്കും കേട്ടോ. ഞാൻ ഫസ്റ്റ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഒന്നെന്ന് പറഞ്ഞാൽ ബസ്സിന് കയറി പോകണം. പക്ഷെ അത് നല്ലൊരു ഇതാണ്. ഇനി അടുത്തുള്ളത് ബസ്സിന് പോകേണ്ട നടക്കാനുള്ളൂ, പക്ഷെ അത് അത്ര വൈബില്ല. അങ്ങനെ ഞങ്ങൾ എവിടെ പോകുന്നതെന്ന് തീരുമാനിച്ച് അങ്ങനെ ഞങ്ങൾ നടന്ന് പോകണ അത്രയും ദൂരമുള്ളൊരു ഷേക്ക് പാർലറുണ്ട്. അവിടെ നമ്മൾ ബസ്സിന് പോകേണ്ട ദൂരമുള്ളത് അത് നല്ല വൈബാണ് കേട്ടോ. അവിടെ ഏറ്റവും രസം ഞങ്ങൾക്ക് ഇഷ്ടം. ഐഷ ഈസ് അവർ ലിറ്റിൽ ഗേൾ. പക്ഷെ ഞാനാണ് ശരിക്കും ലിറ്റിൽ ഗേൾ. പക്ഷേ ഞാനാണിപ്പോൾ കാഴ്ചയിൽ അതെ, കാഴ്ചയിൽ ഇത് ഞാനാണ്. ഞങ്ങളുടെ ഏറ്റവും മുന്നത്തെ സന്തതിയാണ്. അങ്ങനെ നമ്മൾ ആ ഷോപ്പിലെത്തി കേട്ടോ. ആ ഷോപ്പിൻ്റെ പേര് 99 ജ്യൂസസ് എന്നാണ്. അവിടെ 99 വെറൈറ്റി ഓഫ് ജ്യൂസസ് ഉണ്ട്. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനത്തെ പേര് വന്നതിന്. അങ്ങനെ നമ്മളവിടെ എത്തി കേട്ടോ. അപ്പം അവിടെ ചെന്നിട്ട് നമ്മൾ അതിൻ്റെ ബാക്കിലായിട്ടൊരു പ്രൈവസി ആയിട്ട് ഒരു കഴിക്കാൻ പറ്റിയ സ്പേസ് ഉണ്ട്. അങ്ങോട്ട് പോകാൻ കേട്ടോ. അവിടെ ആരും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ ഫാനും ലൈറ്റും ഓണല്ലായിരുന്നു. നമ്മൾ ചെന്നിട്ടാണ് ഫാനും ലൈറ്റൊക്കെ ഓണാക്കിയത് കേട്ടോ. ഹായ്, നമ്മളിവിടെ ക്യാൻഡിൽ ലൈറ്റ് അങ്ങനെ നമ്മൾ അവിടെ കയറി നമ്മുടെ ഇരിപ്പ് ഉറപ്പിച്ചിട്ടു. അതിനുശേഷം നമ്മൾ കുറേ നേരം വർത്താനം പറഞ്ഞു, കുറേ ഫോട്ടോസ് എടുത്തു, കുറേ കാര്യങ്ങൾ പറ്റി സംസാരിച്ചു. അങ്ങനെയൊക്കെ ഇരിക്കുകയായിരുന്നു. അവിടെ മുകളിലാണ് നല്ല ലൈറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രിയാണ് ഞാൻ ശരിക്കും വൈബ് പറയാൻ പറ്റുക. അങ്ങനെ അപ്പം നമ്മൾ അങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ മെനു കാർഡ് വന്നത്. അങ്ങനെ നമ്മൾ നമ്മുടെ മെനു കാർഡിൽ എന്തൊക്കെയാണ് വേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ടോ. എന്നിട്ട് വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഓരോരുത്തർ സ്നാപ്പൊക്കെ എടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ സ്നാപ്പ് കണ്ടിരിക്കുക കേട്ടോ. ലൈലായും മജ്നൂനുമായി സുറുമകളെഴുതിയ കണ്ണുമായി വന്നവനെൻ്റെ മുന്നിലായി നീലനിലാവിൻ ചേരിലായി വന്നവനരികെ മിന്നലായി മുഖമെത്താണതിനോട് അരികെത്തായി നിന്നോട് മുഖമെത്താണവനോട് അരികെത്തായി അങ്ങനെ നമ്മൾ അവിടെ ഒരുമിച്ച് നിന്ന് കുറേ പാട്ടുണ്ട്. അപ്പോൾ ഈ പാട്ട് നിങ്ങൾ ഗസ് ചെയ്യുക ഗൈസ്, കമൻറ്റ് ചെയ്യുക. ഈ പാട്ടാണ് അവളുടെ പാട്ട് കാണിച്ചു തന്ന വീഡിയോ അതിന് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് സ്പീഡിലിട്ട് കളഞ്ഞത് കേട്ടോ. നമ്മൾ ഒരുമിച്ചായിരുന്നെങ്കിൽ ദിസ് ഈസ് വെരി വൈബ്. ഒരു ക്ലാസ് ഒരു ബെഞ്ചായെങ്കിലോ. ഹായ് ഗൈസ്,
അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മുടെ ഷേക്കൊക്കെ വന്നു കേട്ടോ. അപ്പോൾ 3 പേര് ഓരോ ഷേക്ക്, ഒരാൾ ചോക്ലേറ്റ് ഷേക്ക്, ഞാൻ കിറ്റ്കാറ്റ് ഷേക്ക് അങ്ങനെയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ അതൊക്കെ ഇങ്ങനെ വന്നു. അപ്പോൾ നമ്മൾ അതിങ്ങനെ കുടിച്ചു. അത് മുമ്പിൽ വന്നിരുന്നിട്ടും നമ്മുടെ വർത്തമാനം പറയൽ കഴിഞ്ഞിട്ടില്ല കേട്ടോ. നമുക്കിങ്ങനെ ഞങ്ങൾ പറഞ്ഞില്ലേ, ഞങ്ങൾ 5 പേരിൽ 2 പേര് ഒരു സ്കൂളിൽ, 2 പേര് ഒരു സ്കൂളിൽ, ഒരാൾ വേറെ സ്കൂൾ, അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഗൈസ്. നിങ്ങളിങ്ങനെ ഫ്രണ്ട്സിനെ അങ്ങനെ കുറേ കാണുന്നവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഞങ്ങൾക്ക് എന്തോരം പറയാനുണ്ടെന്നുള്ളത്. അങ്ങനെ നമ്മൾ ആ ഷേക്കൊക്കെ എടുത്ത് കുടിച്ചു കേട്ടോ. അപ്പം അതിനുശേഷം അത് കുടിക്കാൻ വേണ്ടി നമ്മൾ അതുകൊണ്ട് ഒരു 2 മണിക്കൂർ ആ ഷേക്ക് പാർലറിൽ ഇരുന്നു എന്നുള്ളതാണ് ഗൈസ് സത്യം. അങ്ങനെ നമ്മൾ കുടിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ഷെയറൊക്കെ ചെയ്താൽ കുടിച്ചത് അങ്ങനെയൊക്കെ. കാരണം നമുക്ക് എല്ലാത്തിനും ടേസ്റ്റ് അറിയാൻ അങ്ങനെ നമ്മളങ്ങനെയൊക്കെ കുടിച്ചത് കേട്ടോ. അങ്ങനെ അത് എടുത്തു കഴിഞ്ഞ് ഞങ്ങൾ ഫോട്ടോ എടുക്കലും അങ്ങനെ ഞങ്ങൾക്കാണെങ്കിൽ പകുതി വെച്ച് കാരണം മഴയത്താണ് ഗൈസ്. ഞാൻ ഷോർട്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മഴയത്താണ് ഞങ്ങൾ ഷേക്ക് കുടിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം ഞങ്ങളിങ്ങനെ ഞങ്ങൾക്ക് അങ്ങനെ മഴയത്ത് ഷേക്ക് ചൂട്ട് ചായയൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. ഞങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇങ്ങനെ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഗൈസ് അവളുടെ ഷേക്ക് തീരാറായിരുന്നു. അപ്പം അവളിങ്ങനെ ലാസ്റ്റ് അപ്പോൾ നമ്മൾ സ്ട്രോ ശബ്ദം ഉണ്ടാക്കില്ല, അത് ഉണ്ടാക്കായിരുന്നു. അപ്പോൾ ഞാൻ അതിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ, അവളിങ്ങനെ കളിയാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെന്താ ഷേക്കൊക്കെ കുടിച്ചുകൊണ്ട് നമ്മളിങ്ങനെ നീണ്ട സമയത്തിന് ശേഷം അവിടെ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. ആ ഒരു റൂമിൽ നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ആരും ഉണ്ടായിരുന്നില്ല. നമുക്ക് ഭയങ്കര ഫ്രീഡായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. നമുക്ക് പാർക്കിലും കൂടെ പോകാൻ പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷേ മഴയുടെ ഒരു വിളി കാരണം നമ്മൾ ആ ഒരു ഇത് ക്യാൻസൽ ഇതാണ് കേട്ടോ. ഷോപ്പ് 99 ജ്യൂസസ് അതിൻ്റെ പേര്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. ഇതിലാണ് നമ്മളെ ബില്ല് ചെയ്യാൻ പോയത്. നമ്മൾ പൈസ അവളുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവരെന്തെങ്കിലും കൂടെ ബില്ല് ചെയ്യാൻ വേണ്ടി പോയി. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ മഴ ഇപ്പോൾ എന്നുള്ളൊരു സംഭവത്തിൽ നിൽക്കുകയായിരുന്നു. അപ്പം നമ്മളിങ്ങനെ പാർക്കിൽ കയറി കഴിഞ്ഞാലും ഇവിടെ നിന്ന് അടുത്താണ് പാർക്കിന് കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ റിജൻസിയിൽ നിന്ന് ഇറങ്ങി അങ്ങനെ നമ്മൾ ക്രോസ് ചെയ്തിട്ട് ബസ് വരുന്ന അങ്ങോട്ടേക്ക് നടക്കുകയാണ് കേട്ടോ. അപ്പം അതിൻ്റെ അടുത്ത് തന്നെയാണ് പാർക്കുള്ളത്. പക്ഷേ എന്താ പറയുക, മഴ ഇങ്ങനെ ഇപ്പോൾ വരും എന്നുള്ള രീതിയിൽ നിൽക്കുന്നുണ്ട്. നമുക്ക് കയറില്ല. ഇതിൻ്റെ ബാക്കിലെ പാർക്ക് ഞാൻ ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാം. പാർക്ക് ഇതുണ്ടോ, പാർക്കാണിത്. അപ്പം നമ്മൾ മുമ്പ് നമ്മൾ 5 രൂപ വന്നിട്ടുണ്ട്. അപ്പം നമുക്കിങ്ങനെ വന്നതുണ്ട്, പക്ഷേ പറ്റില്ല മഴ ഇങ്ങനെ സമ്മതിക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ കയറിയാൽ പെട്ടെന്ന് മഴ നമ്മൾ പെട്ടെന്ന് ഇറങ്ങണ്ട. അപ്പം നമുക്ക് അങ്ങനെ ഒന്നും എൻജോയ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ കയറിയില്ല. അങ്ങനെ നമ്മൾ ബസ് വരാൻ വേണ്ടി നോക്കി. ബസ്സൊക്കെ വന്നിട്ട് നമ്മളിങ്ങനെ അവനവരുടെ വീട്ടിലേക്ക് പോയി. അത് മഴ ഞങ്ങൾ കുട എടുക്കില്ല, ഞങ്ങൾ മഴ എടുത്തോണ്ട് കുട കയറും. തൻസീലൊക്കെ പറഞ്ഞത് അല്ല പൊന്നെ ചങ്ക് വേദന അങ്ങനെ പറഞ്ഞു. ഞങ്ങളുടെ ബാക്കിൽ പാർക്കുണ്ട്. അങ്ങനെ ഗൈസ് അവിടെ ഇന്നും കുറേ പേര് പാട്ടൊക്കെ പാടിയിട്ട് നമ്മൾ പിന്നെ നമ്മുടെ വീട്ടിലേക്ക് പോകേണ്ട ബസ്സിൽ കയറിയിട്ട്. അപ്പോൾ ഗൈസ് ഇത്രയൊക്കെ നമ്മുടെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ചാനൽ സബ്സ്ക്രൈബ് മറക്കില്ല. എന്നാലും എനിക്ക് ഇടാനുള്ളത്. നിങ്ങൾ സബ്സ്ക്രൈബ് മറക്കല്ലേ. ലൈക്ക് ഇപ്പോൾ തന്നെ ചെയ്തേക്കാം, സബ്സ്ക്രൈബ് ഇപ്പോൾ തന്നെ ചെയ്യുക. അപ്പോൾ ഗൈസ് ബൈ ബൈ.